ഇതിന് പിന്നിലുള്ള ഒരു അജണ്ടയെ കുറിച്ചുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും, അവർ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ആരായാലും ശരി, അവരുടെ എല്ലാം മനസ്സിൽ ഒരു സദാചാര ബോധമുണ്ട്. പ്രത്യേകിച്ചും ഇവിടെയുള്ള രക്ഷിതാക്കളുടെ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മനസ്സിൽ തങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകളുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക അധിനിവേശ പ്രക്രിയയുടെ ഫലമായി വളരെ കുത്തഴിഞ്ഞൊരു ലൈംഗിക സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചുള്ളൊരു ഭീതി, ആ ഭീതി തീർച്ചയായും രക്ഷിതാക്കൾക്കെല്ലാം ഉണ്ട്. ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം വളരെ കൃത്യമായൊരു പദ്ധതി പുറത്തെടുക്കുകയാണ്. ആ പദ്ധതി മറ്റൊന്നുമല്ല, അവർ നാട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഞങ്ങളാണ് സദാചാരത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് സദാചാരത്തിന്റെ ആളുകൾ, ലൈംഗിക വിശുദ്ധിയുടെ ആളുകൾ ഞങ്ങളാണ്. അതുകൊണ്ട് ലൈംഗിക വിശുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങൾ കായികമായി ഇടപെടും. അവിടെ പോലീസുണ്ടോ, ഭരണകൂടമുണ്ടോ, കോടതിയുണ്ടോ എന്നത് ഞങ്ങളുടെ വിഷയമല്ല. അങ്ങനെ ഇടപെടുക വഴി ഇന്ത്യയിലെ ഒരു ശരാശരി അച്ഛന്റെയും അമ്മയുടെയും മനസ്സിൽ ഇവിടെയുള്ള ധാർമ്മികത സംരക്ഷിക്കാൻ ഇവർക്കാണ് കഴിയുക എന്ന ചിത്രമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പരിശ്രമങ്ങൾ വഴി അടുത്ത ഇലക്ഷനിൽ ഇവിടെയുള്ള ലൈംഗിക വിശുദ്ധിക്ക് വേണ്ടി വാദിക്കുന്നത് ഈ ആളുകളാണ് എന്നൊരു ചിത്രമുണ്ടാക്കി തങ്ങളുടെ ബാലറ്റ് പെട്ടിയിൽ ഈ അച്ഛന്മാരുടെ, അമ്മമാരുടെ വോട്ടുകൾ സമാഹരിക്കാനുള്ള വളരെ കുടിലമായൊരു തന്ത്രം യഥാർത്ഥത്തിൽ ഇത്തരം സദാചാര പോലീസിംഗ് നടപടികൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള വർഗീയ ഫാഷിസ്റ്റുകളുടെ അജണ്ടകൾക്ക് നമ്മൾ തലവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സദാചാര പോലീസിംഗ് എന്ന് പറയുന്ന ഏർപ്പാടുമായി ഈ ആളുകൾ എപ്പോഴെല്ലാം ഇന്ത്യ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അതിന് പിന്നിൽ ഈ രീതിയിലുള്ള അജണ്ടകൾ പതുങ്ങിയിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കൊന്നാമതായി ഉണ്ടാകണം. അവരുടെ സദാചാര കർസേവകളെ അനുകൂലിക്കുവാനോ, അതിനുവേണ്ടി കൊടിപിടിക്കുവാനോ, അതിനുവേണ്ടി ബാനർ പിടിക്കുവാനോ, അതിന്റെ പിന്നാലെ പോകാനോ, അതിന്റെ മഹത്വം പറയാനോ ഉള്ള ഒരു വിവരക്കേട്, അത്തരമൊരു വിവരക്കേടിലേക്ക് നമ്മൾ ആരും ഒരിക്കലും പോയിക്കൂടാ എന്ന് ആമുഖമായി സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കോഴിക്കോട് ഡൗൺ ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്തതിനെതിരെയുള്ള പ്രതിഷേധമായി രൂപം കൊണ്ട ചുംബന സമരങ്ങളെ നമ്മൾ വിമർശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആ ചുംബന സമരത്തിന്റെ സംഘാടകരുടെ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്? അതിന്റെ ഉത്തരം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ചുംബന സമരം ഡൗൺ ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്തതിനെതിരെ രൂപപ്പെട്ടു വന്നൊരു പ്രതിഷേധമല്ല. കോഴിക്കോട്ടെ ഡൗൺ ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്തതിനെതിരെ രൂപപ്പെട്ടു വന്നൊരു പ്രതിഷേധമല്ല എറണാകുളം മറൈൻ ഡ്രൈവിലും കോഴിക്കോട്ടും നടന്ന ചുംബന സമരങ്ങൾ. സംശയമുണ്ടെങ്കിൽ ഈ ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ അണിനിരത്തിക്കൊണ്ട് മാതൃഭൂമി ചാനൽ സംഘടിപ്പിച്ച ചർച്ച മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ ചർച്ചയിൽ അവർ പറഞ്ഞത്, ഞങ്ങളുടെ മനസ്സിൽ കുറെ കാലമായുള്ള ഒരു ആശയമാണിത്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തോടുള്ള വൈകാരികമായ പ്രതികരണം എന്ന രീതിയിൽ ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഒരാശയമല്ല ഇത്. ഞങ്ങൾ കുറെ കാലമായി മനസ്സിൽ താലോലിക്കുന്ന ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സങ്കല്പം പുറത്തെടുക്കാനുള്ള ഒരു അവസരമായി ഞങ്ങൾ ഈ സംഭവത്തെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തമ്മിൽ നേർക്ക് നേരെ ബന്ധമൊന്നുമില്ല എന്നാണ് അതിന്റെ ആളുകൾ ചാനൽ ചർച്ചയിൽ പറയാൻ വേണ്ടി ശ്രമിച്ചത്. അത് സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ ആരാണ് ഈ ചുംബന സമരത്തിന്റെ സംഘാടകർ എന്നത് മാത്രം പരിശോധിച്ചാൽ മതി. ചുംബന സമരം എന്ന് പറയുന്ന സമരം കേരളത്തിൽ സംഘടിപ്പിച്ചത്, കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ ഡൗൺ ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്തതിന് ശേഷമോ രൂപം കൊണ്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പല്ല. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ സജീവമായ, എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരുന്ന വളരെ സജീവമായ ഒരു ഗ്രൂപ്പായിരുന്നു ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ സംഘാടകർ കേരളത്തിലെ യുക്തിവാദികളാണ്. ഇത് നമ്മുടെ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവാണ്. കേരളത്തിലെ യുക്തിവാദി സംഘടനയുടെ പ്രവർത്തകർ യുക്തിവാദത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ. നമ്മുടെ നാട്ടിലെ മീഡിയ ചെയ്ത ഏറ്റവും വലിയ അപരാധം യഥാർത്ഥത്തിൽ അതായിരുന്നു. ഇത് യുക്തിവാദികളുടെ ഗ്രൂപ്പാണ് എന്നോ
യുക്തിവാദികൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നോ അവരുടെ മനസ്സിൽ ഈ ആശയം നേരത്തെ ഉണ്ടായിരുന്നു എന്നോ ഏതെങ്കിലും ഹോട്ടൽ അടിച്ചു തകർത്തതിനെതിരെ രൂപപ്പെട്ടു വന്ന ഒരു പ്രതിഷേധമല്ല ഇത് എന്നോ ഉള്ള വസ്തുതകൾ മലയാളി സമൂഹത്തോട് പറയാൻ നമ്മുടെ മീഡിയ വളരെ സമർത്ഥമായി മടി കാണിച്ചു. അത് അവിചാരിതമായി സംഭവിച്ചു പോയ ഒരു അബദ്ധമോ അക്ഷരത്തെറ്റോ അല്ല. മലയാളികൾ അത് അറിയരുത് എന്ന വാശിയോടുകൂടി വളരെ സമർത്ഥമായി അവർ അത് പൊതുവായനക്കാരന്റെ കാഴ്ചയിൽ നിന്ന് കണ്ണിൽ നിന്ന് മറച്ചു വെച്ചതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപീകരിച്ച ആ ഫേസ്ബുക്ക് കൂട്ടായ്മ കേരളീയന് മുന്നിൽ വെച്ച ഒരു അജണ്ടയാണ് ചുംബന സമരം. എന്തായിരുന്നു ഈ സമരത്തിന്റെ ലക്ഷ്യം? ആ സമരം വഴി എന്താണ് യഥാർത്ഥത്തിൽ അവർ മലയാളിയോട് പറയാൻ ശ്രമിച്ചത്? അത് മനസ്സിലാക്കാൻ യുക്തിവാദികൾ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ വീക്ഷണം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ലൈംഗികതയെക്കുറിച്ചുള്ള അവരുടെ ദർശനം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. യുക്തിവാദികൾ, പ്രത്യേകിച്ചും ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രവർത്തകരായ യുക്തിവാദികൾ പടിഞ്ഞാറൻ ലോകത്തെ ഹ്യൂമനിസ്റ്റ് പാരമ്പര്യത്തിന്റെ വക്താക്കളാണ്. പടിഞ്ഞാറൻ ലോകത്തെ ഹ്യൂമനിസം ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ബർട്രാൻഡ് റസലിനെ പോലുള്ളവരുടെ രചനകളിൽ നിന്നാണ്. 1929 ബർട്രാൻഡ് റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകം പുറത്തിറങ്ങുന്നത്. മാരേജ് ആൻഡ് മോറൽസ് ലോകത്ത് ലൈംഗികതയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിൽ അടിസ്ഥാനപരമായ പരിവർത്തനമുണ്ടാക്കിയ ഒരു വലിയ വഴിത്തിരിവായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന പുസ്തകം വായിച്ചാൽ എന്താണ് മനുഷ്യ ലൈംഗികതയെ കുറിച്ചുള്ള സങ്കല്പം എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബർട്രാൻഡ് റസൽ പറഞ്ഞത് മനുഷ്യന്റെ ലൈംഗികമായ വിമോചനത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം കുടുംബമാണ് എന്നാണ്. കുടുംബം എന്ന സ്ഥാപനം തകർക്കപ്പെടാതെ മനുഷ്യന്റെ ലൈംഗിക വിമോചനം സാധ്യമാവുകയില്ല എന്ന് റസൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വാദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ആ സമൂഹത്തിന്റെ രീതിശാസ്ത്രം അനുസരിച്ച് വിവാഹം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനുമെല്ലാം നമ്മൾ നിർബന്ധിതരായേക്കും. അങ്ങനെ നിർബന്ധിതരാവുകയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ കുടുംബത്തിനകത്ത് തളച്ചിടരുത്. ഭാര്യക്ക് വ്യഭിചരിക്കാൻ തോന്നുകയാണെങ്കിൽ ഭാര്യ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വ്യഭിചരിക്കണം. ഭർത്താവിന് വ്യഭിചരിക്കാൻ തോന്നുകയാണെങ്കിൽ ഭർത്താവ് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വ്യഭിചരിക്കണം. ഇതുവരെ പറഞ്ഞു കളഞ്ഞു അദ്ദേഹം, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീയും പുരുഷനും പരസ്പരം വിവാഹിതരാവുക എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു വീട് വാടകയ്ക്കെടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിന് തുല്യമാണ് എന്ന് പോലും എഴുതി കളഞ്ഞു അദ്ദേഹം. നിങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു വീട് വാടകയ്ക്കെടുക്കുന്നത് വിഡ്ഢിത്തമാണെങ്കിൽ അതുപോലുള്ളൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾക്ക് മുമ്പ് ശരീരം പരിചയമില്ലാത്തൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം പോലും അദ്ദേഹം കാണിച്ചു. എന്നിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾക്ക് വസ്ത്രങ്ങൾ? വൈറ്റമിൻ ഡി കിട്ടാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വസ്ത്രമില്ലാതെ നടക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ സെക്സ് എന്ന് പറയുന്നത് എന്തോ പാപമാണ് എന്ന് വിചാരിച്ച് വളരുന്ന മക്കളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ മക്കളുടെ മുന്നിൽ വസ്ത്രമില്ലാതെ നിൽക്കാൻ മാതാപിതാക്കൾ സന്നദ്ധമാകണം എന്ന് പോലും ഉപദേശിച്ചു അദ്ദേഹം. ഞാൻ സൂചിപ്പിക്കുന്നത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ആശയധാര ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ബർട്രാൻഡ് റസലിന്റെ രചനകളിൽ നിന്നാണ്. ബർട്രാൻഡ് റസലിന്റെ പൈതൃകം അവകാശപ്പെടുകയും ആ പാരമ്പര്യത്തിലെ കണ്ണിയാണ് ഞങ്ങൾ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ആ പാരമ്പര്യത്തിലുള്ള പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുള്ളവരാണിത്. ഇവർ റസലിൽ അവസാനിച്ചില്ല ഇത്തരം വിചാരങ്ങൾ. അവിടെ നിന്ന് ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോയി. ഹ്യൂമനിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരുപാട് സൈദ്ധാന്തികരുണ്ടായി. ആ സൈദ്ധാന്തികരെല്ലാം ഇതേ രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവച്ചു. ഈ ആശയങ്ങളുടെ എല്ലാം അടിത്തറ ഒന്ന് തന്നെയായിരുന്നു, വിവാഹം അർത്ഥശൂന്യമായൊരു ഏർപ്പാടാണ്, കുടുംബം അർത്ഥശൂന്യമായൊരു ഏർപ്പാടാണ്. ഇഷ്ടമുള്ള സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളപ്പോഴെല്ലാം പരസ്പരം ശരീരം പങ്കിടാമെന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഇവർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത്. ആ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1968 യൂറോപ്പിൽ ലൈംഗിക വിപ്ലവം ഉണ്ടായത്, സെക്ഷൽ റവല്യൂഷൻ. അത് വിദ്യാർത്ഥി വിപ്ലവം, സ്റ്റുഡന്റ് റവല്യൂഷൻ എന്നും വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിപ്ലവത്തിന്റെ ഭാഗമായി യൂറോപ്പിൽ ഇതുപോലുള്ള ആശയങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. ആ പ്രചരണങ്ങളുടെ ഫലമായി യൂറോപ്പിൽ കുടുംബം തകർന്നു. യൂറോപ്പിൽ വിവാഹം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു സ്ഥാപനമായി മാറി. അത് വെറുതെ ഒരു ചടങ്ങായി മാറി. അവിടെ വിവാഹത്തിന് പുറത്ത്, കുടുംബത്തിന് പുറത്ത് സ്വതന്ത്രമായ രതിജീവിതം സാർവത്രികമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ആ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹിപ്പികൾ ഉണ്ടായത്, ഹ്യൂമനിസ്റ്റുകൾ. നമ്മുടെ നാട്ടിലെല്ലാം ഒരു ബെൽബോട്ടം പാന്റും നീട്ടിയ മുടിയും താടിയും കയ്യിലൊരു ഗിറ്റാറും ചുണ്ടിൽ ബീറ്റിൽ സംഗീതവും എല്ലാമായി
1960-കളിൽ 70-കളുടെ തുടക്കത്തിൽ മലയാളത്തിലെ ക്യാമ്പസുകളെ ജാഗരം കൊള്ളിക്കാൻ വേണ്ടി കടന്നു വന്ന ഹിപ്പികളുടെ തത്വശാസ്ത്രം യഥാർത്ഥത്തിൽ ജന്മം കൊണ്ടത് ഈ ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയിൽ നിന്നാണ്. ഇവരുടെ ഈ പ്രത്യയശാസ്ത്രം ജന്മം കൊള്ളുന്നതാകട്ടെ പരിണാമ സിദ്ധാന്തത്തിൽ നിന്നുമാണ്. നമ്മൾ വളരെ കൃത്യമായി വിഷയം മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിന്റെ വേരുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പരിണാമ സിദ്ധാന്തത്തിൽ നിന്നാണ് ഇവരുടെ ഈ ദർശനം രൂപം കൊള്ളുന്നത്. പരിണാമ സിദ്ധാന്തം പറയുന്നത് മനുഷ്യൻ കേവലം ഒരു ജന്തു മാത്രമാണ് എന്നാണ്. പരിണാമചക്രം കുരങ്ങന്റെ വാല് മുറിച്ചപ്പോൾ ഉടലെടുത്ത ഒരു ഉയർന്ന മൃഗം എന്നതിൽ കവിഞ്ഞ ഒരു സവിശേഷതയും മനുഷ്യനില്ല എന്ന് സിദ്ധാന്തിക്കുകയാണ് പരിണാമ സിദ്ധാന്തം ചെയ്യുന്നത്. നിങ്ങൾ ഡെസ്മണ്ട് മോറിസിനെ കുറിച്ച് കേട്ടിരിക്കും. ഡെസ്മണ്ട് മോറിസ് പ്രഗത്ഭനായ പരിണാമവാദിയാണ്. അദ്ദേഹം ഒരുപാട് ടെലിവിഷൻ ഡോക്യുമെന്ററികളും ഫിലിമുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഡെസ്മണ്ട് മോറിസിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് നെയ്ക്കഡ് എയ്പ്പ് എന്നാണ്. നെയ്ക്കഡ് എയ്പ്പ്, എയ്പ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കുരങ്ങ്, നെയ്ക്കഡ് എയ്പ്പ് എന്ന് പറഞ്ഞാൽ നഗ്നനായ ആൾക്കുരങ്ങ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകത്തിന്റെ പേര് നെയ്ക്കഡ് വുമൺ എന്നാണ്. വുമൺ എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാണ്. നെയ്ക്കഡ് വുമൺ എന്ന് പറഞ്ഞാൽ നഗ്ന സ്ത്രീ എന്നാണ് അർത്ഥം. ഇതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതില്ല. മലയാളത്തിൽ മാതൃഭൂമി ഈ രണ്ട് പുസ്തകങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യഥാക്രമം നഗ്ന വാനരനെന്നും നഗ്ന നാരി എന്നുമാണ് ഈ രണ്ട് പുസ്തകങ്ങളുടെ പേര്. ഞാൻ ഈ പുസ്തകങ്ങളുടെ പേര് ഇവിടെ പറയാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. കാരണം ഈ പുസ്തകങ്ങളുടെ പേര് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെ ലൈംഗിക ദർശനം എന്താണ് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെസ്മണ്ട് മോറിസ് പറയുന്നത് ലോകത്ത് 190-ലധികം ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ആ ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരാൾക്കുരങ്ങ് വർഗ്ഗം മാത്രമാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനും ഈ കുരങ്ങുകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കുരങ്ങുകൾക്ക് ഒരു രോമക്കുപ്പായം അവരുടെ ശരീരത്തിന് മുകളിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതില്ല. ആ രോമക്കുപ്പായം ഇല്ലാത്തത് കൊണ്ട് ആൾക്കുരങ്ങ് വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ നഗ്നനാണ്. ആ ഒരു വ്യത്യാസമല്ലാതെ ആൾക്കുരങ്ങുകളും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകം സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ നഗ്നവാനരൻ എന്ന് വിളിക്കുകയാണ്, സ്ത്രീയെ നഗ്നനാരി എന്ന് വിളിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് സമർത്ഥിക്കാനാണ് ഡെസ്മണ്ട് മോറിസിന്റെ പുസ്തകം പരിശ്രമിക്കുന്നത്. ഇവിടെ മനുഷ്യൻ കേവലം ജന്തുവാണ് എന്ന വാദമുണ്ടാകുന്നു. മനുഷ്യൻ കേവലം മൃഗമാണ് എന്ന വാദമുണ്ടാകുന്നു. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികതക്ക് അതിർത്തികളില്ല, മറയാവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യതകൾ ആവശ്യമാണ് എന്ന് മൃഗങ്ങൾ സ്വാഭാവികമായും വിചാരിക്കുന്നില്ല. അവരുടെ ഇടയിൽ വിവാഹം എന്ന് പറയുന്നൊരു ഏർപ്പാടില്ല. അവർക്കിടയിൽ കുടുംബം എന്ന് പറയുന്നൊരു സംവിധാനമില്ല. മൃഗങ്ങൾക്കിടയിൽ, ജന്തുക്കൾക്കിടയിൽ വിവാഹം എന്നൊരു ഏർപ്പാടില്ലെങ്കിൽ, കുടുംബം എന്നൊരു സംവിധാനമില്ലെങ്കിൽ, അവിടെ അവർക്കിടയിൽ ലൈംഗികതക്ക് ഒളിയും മറയുമില്ലെങ്കിൽ മനുഷ്യർക്കും അത് ആവശ്യമില്ല എന്ന് സിദ്ധാന്തിക്കാനാണ് ഭൗതികവാദികൾ പരിശ്രമിക്കുന്നത്. കേരളത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഏതാനും വർഷങ്ങളായി ഇതേ ആശയങ്ങൾ വളരെ സമർത്ഥമായി മലയാളിയെ പറഞ്ഞു പഠിപ്പിക്കാൻ എല്ലാ അടവും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. ആ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കേരളത്തിൽ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് തുറന്നുകൊണ്ട് ചുംബന സമരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ചുംബന സമരം വഴി മലയാളിയുടെ മുന്നിലേക്ക് പ്രത്യേകമായൊരു ലൈംഗിക ദർശനം മുന്നിലേക്ക് മലയാളിയുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ലൈംഗിക ദർശനം ഞാൻ ഈ പറഞ്ഞ ലൈംഗിക ദർശനമാണ്. ഇവിടെ ഈ ചുംബന സമരം എന്ന് പറയുന്ന പുതിയൊരു സമര രീതി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു നേതാവ് ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ എഴുതിയ അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിൽ നിന്നാണ് ഈ കോലാഹലങ്ങളുടെ എല്ലാം തുടക്കം. ആ പോസ്റ്റിൽ അദ്ദേഹം എഴുതിയ കാര്യം എന്താണെന്ന് അറിയുമോ? ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടുപേർ തമ്മിൽ ചുംബിച്ചാൽ സദാചാരം ഇടിഞ്ഞു വീഴും എന്ന് വിചാരിക്കുന്നവർക്കെതിരിൽ ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിക്കുന്നു. അവരെ ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സംവേദന മാർഗം മാത്രമാണ് ചുംബനം എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ഒരു സമരരീതി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹം പറഞ്ഞത് രണ്ടുപേർ തമ്മിൽ ചുംബിച്ചാൽ സദാചാരം ഇടിഞ്ഞു വീഴും എന്ന് വിശ്വസിക്കുന്നവർക്കെതിരിലാണ് ഈ സമരം.
സദാചാരം ഇടിഞ്ഞു വീഴും. എങ്ങനെ? ഭാര്യയും ഭർത്താവുമല്ലാത്ത വിവാഹിതരല്ലാത്തൊരു സ്ത്രീയും പുരുഷനും പ്രായപൂർത്തിയായവർ പരസ്പരം ചുംബിച്ചാൽ സദാചാരം ഇടിഞ്ഞു വീഴും എന്ന് വിചാരിക്കുന്നവർക്കെതിരെ ഞാൻ സമരം പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജീവിവർഗമാണ് മനുഷ്യൻ. പച്ചയായി പറഞ്ഞാൽ മറ്റൊരു ജന്തുവർഗം മാത്രമാണ് മനുഷ്യൻ. ഈ ജന്തുവർഗം പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സംവേദന മാർഗം മാത്രമാണ് ചുംബനം. അങ്ങനെയാകുമ്പോൾ ഈ ജന്തുവർഗത്തിനിടയിൽ നിലനിൽക്കുന്ന ഒരു സംവേദന മാർഗം സദാചാര വിരുദ്ധമാകുന്ന പ്രശ്നമേ ഇല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ഞാൻ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച MS ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ കേരളത്തിലെ മുതിർന്ന സാംസ്കാരിക പ്രവർത്തകനായ MN കാരശ്ശേരി മാഷെ ഒരു സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. കാരശ്ശേരി മാഷ് ചുംബന സമരക്കാരെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹവും മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിലുള്ള ഒരു സംവാദം കോഴിക്കോട്ട് നടന്നു. ആ സംവാദത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവരുടെ വാദം ഇതാണ്: മനുഷ്യർ, സ്ത്രീയും പുരുഷനും പരസ്പരം ചുംബിക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാടുള്ളത് കൊണ്ട് അതൊരു സദാചാരത്തിന് വിരുദ്ധമല്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചുംബിക്കുക എന്ന് പറയുന്നത് മാത്രമാണോ മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഈ രീതിയിലുള്ള സംവേദന മാർഗങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ജീവിവർഗത്തിനിടയിൽ തന്നെ നിലനിൽക്കുന്ന മറ്റൊരു സംവേദന മാർഗമാണ് ലൈംഗിക ബന്ധം. ആ ലൈംഗിക ബന്ധം വിവാഹിതരല്ലാത്തൊരു സ്ത്രീയും പുരുഷനും തമ്മിലായാൽ സദാചാരം ഇടിഞ്ഞു വീഴും എന്നിവർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായുമില്ല. അങ്ങനെയൊരു സദാചാരം ഇടിഞ്ഞു വീഴും എന്നിവർ വിശ്വസിക്കുന്നില്ല. പക്ഷേ മലയാളിക്ക് മുന്നിൽ ആദ്യം തന്നെ ഇത്തരം ഒരാശയം സമർപ്പിക്കാൻ മടിയുള്ളത് കൊണ്ട് അവർ ചുംബനത്തിൽ നിന്ന് തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചുംബന സമരത്തിന്റെ സംഘാടകരെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അവർ മുദ്രാവാക്യം വിളിച്ചത് സദാചാര പോലീസിംഗ് തുലയട്ടെ എന്നല്ല. അവര് മുദ്രാവാക്യം വിളിച്ചത് സദാചാരം തുലയട്ടെ എന്നാണ്. സദാചാരം തുലയട്ടെ എന്ന് ആർത്താർത്ത് വിളിച്ച ആളുകൾ എന്താണ് തങ്ങളുടെ വീക്ഷണത്തിലുള്ള സദാചാരം എന്നൊരിക്കലും വ്യക്തമാക്കിയിട്ടില്ല. സദാചാരം തുലയട്ടെ എന്നാർക്കും പറയാം. പക്ഷേ സദാചാരം എന്ന വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ സദാചാരത്തിന്റെ അതിർത്തി വരകൾ എന്തൊക്കെയാണ്? മനുഷ്യർക്ക് ലൈംഗിക സ്വാതന്ത്ര്യം വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും അതിർത്തികളുണ്ടോ? അത് തുറന്നു പറയാൻ ഇവരെ നിർബന്ധിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് കേരളത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ സാംസ്കാരിക ദൗത്യം. അതവർ തുറന്നു പറഞ്ഞേ പറ്റൂ. കാരശ്ശേരി മാഷോട് ഞാൻ പറഞ്ഞു, കാരശ്ശേരി മാഷെ, നിങ്ങൾക്ക് ഈ സംവാദത്തെ അനുകൂലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ റോഡിലിറങ്ങുന്നു, ഒരു സംഘം ആളുകൾ സമരം നടത്തുന്നത് കാണുന്നു. ആ സമരം നടത്തുന്ന ആളുകൾ സദാചാരം തുലയട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവർ പരസ്യമായി ചുംബിക്കുന്നു. ഇവർ സദാചാരം തുലയട്ടെ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ? ലൈംഗിക സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ഏതാണ് എന്ന് വളരെ കൃത്യമായി പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ? അത് പറയാതെ തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാതെ ആ നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാതെ വളരെ സമർത്ഥമായി ഒളി അജണ്ടകളുമായി ഇത്തരം ഒരു സമരം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവരെ ആ തുറന്നു പറച്ചിലിന് നിർബന്ധിക്കേണ്ടി വരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമരത്തിന്റെ അജണ്ടകളെ കുറിച്ചാണ്. ആ സമരത്തിന്റെ അജണ്ടകളെ കരുതിയിരിക്കാൻ നമുക്ക് കഴിയണം. വളരെ ശ്രദ്ധയോടുകൂടി കരുതിയിരിക്കാൻ കഴിയണം. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പുറത്തിറങ്ങുന്ന ഒരു വാരികയുണ്ട്. ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി ഇന്ത്യയിൽ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വീക്ക്ലിയാണ്. വളരെ ആളുകൾ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകർ, അക്കാദമിക വിചക്ഷണർ എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു വാരികയാണ്. ഏറ്റവും അധികം മൂല്യമുള്ള, ഏറ്റവും അധികം നിലവാരമുള്ള വാരികകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് വാരികകളിൽ ഒന്ന്. അതിൽ സാധാരണയായി ചവറുകളൊന്നും പ്രസിദ്ധീകരിക്കപ്പെടാറില്ല. ആ വാരികയിൽ മലയാളിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകൻ എഴുതിയ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് മുസ്ലിങ്ങൾ ചുംബന സമരത്തെ ഭയക്കേണ്ടതുണ്ടോ എന്നാണ്. മുസ്ലിങ്ങൾ ചുംബന സമരത്തെ ഭയക്കേണ്ടതുണ്ടോ എന്നാണ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ലേഖനത്തിന്റെ തലക്കെട്ട്. എന്നിട്ട് അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ് എന്നറിയുമോ? യഥാർത്ഥത്തിൽ ചുംബന സമരത്തിന്റെ സംഘാടകരുടെ ആശയങ്ങളെ വേറെ ആരെതിർത്താലും മുസ്ലിങ്ങൾ എതിർക്കാൻ പാടില്ലായിരുന്നു.
മുസ്ലിങ്ങൾ എതിർക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്താണോ അതുതന്നെയാണ് അവർ എറണാകുളത്തും കോഴിക്കോട്ടും നടപ്പിലാക്കിയത്. ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്താണോ അതുതന്നെയാണ് അവർ എറണാകുളത്തും കോഴിക്കോട്ടും നടപ്പിലാക്കിയത് എന്ന് അദ്ദേഹം വാദിക്കുന്നു. എനിക്ക് വലിയ കൗതുകം തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ വരികൾക്കിടയിലൂടെ കടന്നുപോയി. ആ വരികൾക്കിടയിലൂടെ കടന്നുപോയ സമയത്ത് അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. ഹദീസുകൾ മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായിരുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ചുംബിച്ച ഹദീസുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായി സ്നേഹം പങ്കിട്ട ഹദീസുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പെൺമക്കളെ സ്നേഹിച്ച ഹദീസുകൾ. ഈ ഹദീസുകളെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ചുംബനം ഇസ്ലാമിന് അന്യമല്ല, ചുംബനം ഇസ്ലാമിന് അന്യമല്ല. ലൈംഗികതയെ സംബന്ധിച്ച സൃഷ്ടിപരമായ സമീപനങ്ങൾ ഇസ്ലാമിന് അന്യമല്ല. മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിഷയത്തിൽ വളരെ തുറന്ന ഒരു സമീപനമാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ ഹദീസ് വരെ ഉദ്ധരിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയെ ചുംബിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രാമീണൻ അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ അവരിൽ ഒരാളെ പോലും ഒരിക്കലും ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന പ്രശസ്തമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമായ ഈ ലേഖകൻ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ അഗ്രാബിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്, ഈ ചുംബന സമരത്തിന്റെ സംഘാടകരാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്താണ് ചുംബന സമരത്തിന്റെ സംഘാടകർ. കാരണം ചുംബിക്കാത്തവർ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു മാറ്റപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതേസമയം ചുംബനത്തെ എതിർത്ത അഗ്രാബിയുടെ മനഃശാസ്ത്രത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് വരെ എഴുതി വെച്ചു. അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ എഴുത്ത് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇതിനൊക്കെ അനുകൂലമായ മാനസികാവസ്ഥയുള്ളവരാണ്. സൂഫികളായിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ അതിന് അനുകൂലമായി പ്രതികരിക്കുമായിരുന്നു. സലഫികളുടെ ആശയങ്ങൾ വളരെ സമർത്ഥമായി മുസ്ലിങ്ങളുടെ തലച്ചോറുകളിലേക്ക് അധിനിവേശം നടത്തുന്നത് കൊണ്ടാണ് ഇത്തരം ഏർപ്പാടുകളെ എതിർക്കാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാകുന്നത് എന്ന് പോലും പറഞ്ഞു കളഞ്ഞു അദ്ദേഹം. ഞാൻ പേടിച്ചുപോയി. കേരളത്തിൽ സൂഫി ആശയങ്ങൾ സ്വീകരിക്കുന്ന മുസ്ലിം സംഘടനകൾ, ആ മുസ്ലിം സംഘടനകൾ ആ ലേഖനം വായിച്ചാൽ ഒരുപക്ഷെ അവരായിരിക്കും എന്നേക്കാൾ ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുക, അവരായിരിക്കും ഒരുപക്ഷെ എന്നേക്കാൾ പ്രതിഷേധിക്കുക. എത്ര സമർത്ഥമായാണ് ഇത്തരം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ ലേഖനം മലയാളികൾ എല്ലാവരും വായിക്കാൻ വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാംസ്കാരിക നായകൻ സിവിക് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്തിരിക്കുന്നു. അവിടെയും അവസാനിച്ചില്ല കാര്യം. ഒടുവിൽ DC ബുക്സ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ഭൂമിയിൽ 2 തരം മനുഷ്യരെയുള്ളൂ, ചുംബിക്കുന്ന മനുഷ്യർ, ചുംബിക്കാത്ത മനുഷ്യർ എന്നാണ്. ഭൂമിയിൽ 2 തരം മനുഷ്യരെയുള്ളൂ, ചുംബിക്കുന്ന മനുഷ്യർ, ചുംബിക്കാത്ത മനുഷ്യർ. ലോകത്തെ ഒരു കറുപ്പും വെളുപ്പുമായി അവർ വേർതിരിച്ചു കളഞ്ഞിരിക്കുന്നു. അവിടെ കറുപ്പ് എന്ന് പറയുന്നത് ചുംബിക്കാത്തവരാണ്. ചുംബന സമരത്തിന്റെ സംഘാടകരുടെ ആശയങ്ങളെ എതിർക്കുന്നവർ മുഴുവൻ ചുംബിക്കാത്തവർ എന്ന ലിസ്റ്റിൽ വരും. അതേസമയം എറണാകുളത്തും കോഴിക്കോട്ടും പരസ്യമായി തെരുവിൽ ഉമ്മ വെച്ചവർ അവർ ചുംബിക്കുന്നവർ എന്ന ലിസ്റ്റിൽ വരും. ഈ പുസ്തകത്തിൽ ചുംബന സമരത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുടെ ലേഖനങ്ങളുണ്ട്. ആ ലേഖനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞാനീ പറഞ്ഞ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കലിയിൽ എഴുതപ്പെട്ട ലേഖനം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അവർ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ ഈ ലേഖനവും അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ ലേഖനം വായിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രതീതി അതാണ്. ലോകമിതാ 2 വശത്തായി തിരിഞ്ഞു നിൽക്കുന്നു. ഒരു വശത്ത് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന യുക്തിവാദി കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറുവശത്ത് ചുംബിക്കാത്ത സ്നേഹദാരിദ്ര്യമുള്ള കരുണാദാരിദ്ര്യമുള്ള മുസ്ലിങ്ങൾ മറുവശത്ത്. ആ മുസ്ലിങ്ങൾ ചുംബനം എന്ന് പറയുന്ന ഏർപ്പാടിനെ തന്നെ എതിർക്കുന്നു. നമ്മൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ആരെയാണ് ഇവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാകാൻ ശ്രമിക്കുന്നത്? ആരെയാണ് ഇവർ ഇങ്ങനെ കണ്ണുകെട്ടി ഒളിച്ചുകളി നടത്തി ഈ രീതിയിൽ പറ്റിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്? ചുംബനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും സർഗാത്മകമായ ആവിഷ്കാരങ്ങളിൽ ഒന്നാണ് എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ഒരു യുക്തിവാദിയും ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനും ആകാശത്തിന് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പേരമക്കളെ മാത്രമല്ല, സ്വന്തം മക്കളെ മാത്രമല്ല, സ്വന്തം പിതാവിനെ മാത്രമല്ല, സ്വന്തം ഉമ്മയെ മാത്രമല്ല, സ്വന്തം
സഹോദരിയെ മാത്രമല്ല സ്വന്തം ഇണയെ ചുംബിക്കുന്നത് പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ന് തന്നെ പഠിപ്പിച്ച ദൈവിക ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് സെക്സ് പാപമാണ് എന്നൊരു വീക്ഷണമില്ല. സെക്സ് പാപമാണ് എന്നൊരു വീക്ഷണം ഇസ്ലാമിനില്ല തന്നെ. അങ്ങനെയുള്ള വീക്ഷണങ്ങളുള്ള മതമുണ്ട്. ബ്രഹ്മചര്യം പുണ്യമാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച ദർശനങ്ങളുണ്ട്. സന്യാസത്തിലേക്ക് മനുഷ്യരെ നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളുണ്ട്. കന്യാസ്ത്രീ മഠങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ ലൈംഗിക ദാഹങ്ങളെ അടക്കി വെച്ച് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച മതദർശനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇസ്ലാമിന് മനുഷ്യന്റെ ലൈംഗികതയെ സംബന്ധിച്ച് അത്തരം ഒരു വീക്ഷണം തന്നെയില്ല. പടച്ച തമ്പുരാൻ മനുഷ്യന് നൽകിയ ഏറ്റവും സർഗാത്മകമായ സൃഷ്ടിപരമായ ശേഷികളിൽ ഒന്നാണ് അവന്റെ ലൈംഗിക ശേഷി എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആദർശം തന്നെയാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇണയുമായി കിടപ്പറയിൽ ശയിക്കുന്നതിന് പടച്ച തമ്പുരാന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാർ അത്ഭുതത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ ഞങ്ങളുടെ വികാരം ശമിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഞങ്ങൾ കിടപ്പറ പങ്കിടുന്നതിന് പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നാണോ അങ്ങ് പറയുന്നത് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ, വിവാഹത്തിന് പുറത്തുള്ള മാർഗങ്ങളിൽ, വ്യഭിചാരത്തിന്റെ മാർഗങ്ങളിൽ ഇതേ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ ശിക്ഷ ലഭിക്കുമെങ്കിൽ നിയമാനുസൃതമായ മാർഗത്തിലൂടെ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ പടച്ച തമ്പുരാന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണം നിലകൊള്ളുന്നത്. ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ച സമയത്ത് നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം പരിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ 21-ാമത്തെ വചനം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായാണ് സംസാരിക്കുന്നത്. ഖുർആൻ പറയുന്നത്, നിങ്ങളെ അവൻ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. പടച്ച തമ്പുരാന്റെ അപാരമായ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ ഭാഗമായി സ്ത്രീയും പുരുഷനും എന്ന രണ്ട് അസ്തിത്വങ്ങളായി മനുഷ്യനെ അവൻ പടച്ചിരിക്കുന്നു. അങ്ങനെ പടച്ച ശേഷം നിങ്ങളെ പരസ്പരം അവൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ വിവാഹബന്ധം വഴി നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകണമെന്ന് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നു. ആ ശാന്തി ഉണ്ടാകാൻ നിങ്ങൾക്കിടയിൽ അവൻ കാരുണ്യവും സ്നേഹവും സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. മുസ്ലിങ്ങളെ ഇത് പഠിപ്പിക്കാൻ ഇവരാരും വരേണ്ടതില്ല. എനിക്കിപ്പോഴും ഈ ചുംബന സമര സംഘാടകരുടെ ഒരു ചർച്ച പച്ചക്കുതിര മാസികയിൽ ഉണ്ടായിരുന്നു. ആ പച്ചക്കുതിര മാസികയിൽ ഞാൻ വിഷയം മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ഈ പച്ചക്കുതിര മാസികയിൽ നടന്ന ചർച്ചയിൽ ചുംബന സമര സംഘാടകനോട് ഒരു ചോദ്യമുണ്ട്. ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുന്നു, അദ്ദേഹം ചോദിക്കുന്നു, എം എം അക്ബർ എന്ന് പറയുന്നയാൾ ഈ ചുംബന സമരക്കാർ കേരളത്തിൽ അമേരിക്കൻ മൂല്യബോധം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ മറുപടി, ചുംബനം ഒരു അമേരിക്കൻ ഏർപ്പാടാണ് എന്നാണ് എം എം അക്ബർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ചുംബനം എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം തന്നെ രൂപപ്പെട്ടു വന്നത് യഥാർത്ഥത്തിൽ ഭാരതത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഗവേഷണ രേഖകളുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഇവിടെ എത്ര സമർത്ഥമായാണ് കാര്യങ്ങളെ തലകുത്തനെ നിർത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചുംബനത്തിന്റെ ശത്രുക്കളായിരിക്കുന്നു, നമ്മൾ ലൈംഗികതയുടെ ശത്രുക്കളായിരിക്കുന്നു, നമ്മൾ ഇത്തരം വികാരങ്ങളൊന്നും ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു. ലോകത്ത് ഇവരെ എതിർക്കുന്നവർ മുഴുവൻ ചുംബിച്ച് ശീലമില്ലാത്തവരായിരിക്കുന്നു. ഇവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉറക്കെ തന്നെ പറയാൻ നമുക്ക് സാധിക്കണം. അവരോട് നമുക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ അറിയണം, മനുഷ്യന്റെ ലൈംഗികത സംതൃപ്തമായ രീതിയിൽ, ആസ്വാദ്യകരമായ രീതിയിൽ, ശാന്തി ലഭിക്കുന്ന രീതിയിൽ, സ്നേഹവും കാരുണ്യവും പരസ്പരം നിലനിൽക്കുന്ന രീതിയിൽ സംഭവിക്കണമെങ്കിൽ ഒന്നാമതായി വിവാഹം നടക്കണം. ആ വിവാഹത്തിന് പുറത്തൊരു കുടുംബം ഉണ്ടാകണം. ആ കുടുംബ ജീവിതത്തിന്റെ സ്വകാര്യതയിൽ നിങ്ങളുടെ ലൈംഗിക വർത്തനങ്ങൾ നടക്കണം. അപ്പോൾ മാത്രമേ ചുംബനത്തിന്റെ മധുരം നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ലൈംഗികതയെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. അപ്പോൾ മാത്രമേ അതിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയൂ. നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്. എങ്ങനെയാണ് മനുഷ്യന്റെ ലൈംഗിക വർത്തനങ്ങളെ സൃഷ്ടിപരമായി വിനിയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വിവാഹത്തിനെതിരെ, കുടുംബത്തിനെതിരെ വടിയും കൊടിയും എടുത്തു വന്ന് നടുറോട്ടിൽ ചുംബിച്ച് നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരം ഒന്നാമതായി കൊന്നുകിടത്തുക മനുഷ്യന്റെ ലൈംഗിക സംതൃപ്തിയെ തന്നെയായിരിക്കും എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ലോകത്തിൽ രണ്ടു തരം മനുഷ്യരാണുള്ളത്, ചുംബിക്കാൻ അറിയുന്നവരും ചുംബിക്കാൻ അറിയാത്തവരും.
അവിടെ ചുംബിക്കാൻ അറിയുന്നവർ, എവിടെ എങ്ങനെ അത് ചെയ്യണമെന്നറിയുന്നവർ യഥാർത്ഥത്തിൽ നമ്മളാണ്. അതറിയാത്തവർ യഥാർത്ഥത്തിൽ ഇവരാണ് താനും. മനുഷ്യനും മൃഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് കരുതുന്നവർ. സുഹൃത്തുക്കളെ, ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം സദാചാര നിഷേധം വിമോചനമല്ല സർവനാശമാണ് എന്ന തലക്കെട്ടുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചതിന് കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. ഈ തലക്കെട്ടുമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്ന സമയത്ത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് കോഴിക്കോട്ട് ഒരു സംഭവം ഉണ്ടായി, എറണാകുളത്ത് ഒരു സംഭവം ഉണ്ടായി, തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായി, കൊൽക്കത്തയിൽ ഒരു സംഭവം ഉണ്ടായി, ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി, ചിലയിടങ്ങളിൽ അങ്ങനത്തെ ചില പരിപാടികൾ നടന്നു. അതങ്ങ് വിട്ടുകളഞ്ഞാൽ പോരെ, എന്തിനാണ് നമ്മൾ അത്തരം ഒരു വിഷയം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിച്ച സുഹൃത്തുക്കളുണ്ട്. തീർച്ചയായും പ്രസക്തമായ ചോദ്യമാണ്, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സംവാദത്തിൽ എം എൻ കാരശ്ശേരി മാഷ് പറഞ്ഞു, ഇതിപ്പോ എന്താ, കുട്ടികൾ കുറച്ച് സമരം നടത്തി, ആ സമരം നടത്തി അവർ പിരിഞ്ഞുപോയി, അതിന് ഇത്ര വലിയൊരു ഇഷ്യൂ ആയി കാണേണ്ടതുണ്ടോ എന്നവർ ചോദിച്ചു. അവിടെ അതിനെ നമുക്ക് ഇഷ്യൂ ആയി കാണേണ്ടി വരും. കാണണമെങ്കിൽ നമ്മൾ സാമ്രാജ്യത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം, സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം, ആ അജണ്ടകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ അറിയേണ്ടത് സാമ്രാജ്യത്വത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട കുടുംബം തകർക്കുക എന്ന അജണ്ടയാണ്, വിവാഹം തകർക്കുക എന്ന അജണ്ടയാണ്. ആ അജണ്ട സാമ്രാജ്യത്വം പുറത്തെടുക്കുന്നതിന് പിന്നിൽ അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. 1960കളിൽ യൂറോപ്പിൽ സാമ്രാജ്യത്വം ലൈംഗിക വിപ്ലവം സംഘടിപ്പിച്ചത് കൃത്യമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. ഇതേ രീതിയിലുള്ള ലൈംഗിക വിപ്ലവം കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കുവാൻ സാമ്രാജ്യത്വം പരിശ്രമിക്കുന്നത് വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തായ്ലൻഡ് വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി. തായ്ലൻഡ് വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി. എന്താണ് തായ്ലൻഡിന്റെ പ്രത്യേകത? എന്താണ് തായ്ലാന്റിന്റെ പ്രത്യേകത? തായ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഭൂപടത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള രാജ്യമാണ്, ലോക ഭൂപടത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള രാജ്യം. ആ രാജ്യം സെക്സ് ടൂറിസത്തിന് പേര് കേട്ടതായും തായ്ലാന്റിനെ കുറിച്ച് പഠിച്ചവർ പറയും, തായ്ലാന്റിൽ നിലനിൽക്കുന്നത് പോണോക്രസിയാണ്, വേശ്യാധിപത്യമാണ്. വേശ്യാധിപത്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ലൈംഗിക ദാരിദ്ര്യമുള്ള പുരുഷന്മാർ തായ്ലാന്റിലേക്ക് വിമാനം കയറുന്നു. തായ്ലാന്റിലേക്ക് വിമാനം കയറിയാൽ അവിടെ നിന്ന് പെൺകുട്ടികൾ മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി വളരെ യാതൊരു സങ്കോചവുമില്ലാതെ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഈ ടൂറിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ. ആ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവരുടെ മുന്നിൽ അവർ ശരീരം പ്രദർശിപ്പിക്കുന്നു, അവർ നൃത്തം ചെയ്യുന്നു, എല്ലാവിധ കോപ്രായങ്ങളും കാണിക്കുന്നു, ഈ ടൂറിസ്റ്റുമായി കിടപ്പറ പങ്കിടുന്നു. ഒടുവിൽ ടൂറിസ്റ്റ് നൽകുന്ന ചില്ലറ തുട്ടുകളുമായി അവർ രാവിലെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നു. തായ്ലാന്റിലെ പാറ്റ്പോങ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലാണ് യഥാർത്ഥത്തിൽ സെക്സ് ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ വ്യവസായം ഏറ്റവും അധികം തഴച്ചു വളർത്തുന്നത്. അവിടെ സാമ്രാജ്യത്വത്തിന്, മുതലാളിത്തത്തിന് ഇത് വലിയൊരു വരുമാന മാർഗമാണ്. അമേരിക്ക എന്ന് പറയുന്നത് ലോക ഭൂപടം എങ്ങനെ നിവർത്തി വെച്ചാൽ പടിഞ്ഞാറേ അറ്റത്തുള്ള രാജ്യമാണ്, തായ്ലൻഡ് കിഴക്കേ അറ്റത്തും. ആ പടിഞ്ഞാറേ അറ്റത്തുള്ള അമേരിക്കയിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് വിമാനം കയറി വെള്ളക്കാരൻ തായ്ലാന്റിലെത്തി തായ്ലാന്റിലെ പെൺകുട്ടികളുടെ ശരീരം ആസ്വദിച്ച് അവർക്ക് എന്തെങ്കിലും ചില്ലറ പൈസ കൊടുത്ത് തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നു. ഇവിടെ ഇവരുടെ കുടുംബം സംതൃപ്തമാകുന്നു, ഈ പെൺകുട്ടി സംതൃപ്തമാകുന്നു, സമൂഹം സംതൃപ്തമാകുന്നു. യാതൊരു കുഴപ്പമില്ല. തായ്ലാന്റിലെ മതം ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? തായ്ലാന്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ഏതാണ് എന്നറിയുമോ നിങ്ങൾക്ക്? ബുദ്ധമതമാണ്. ബുദ്ധമതത്തിന് ലൈംഗികതയെക്കുറിച്ചുള്ള വീക്ഷണം ലൈംഗികത തന്നെ പാപമാണ് എന്ന വീക്ഷണമാണ്. ഇസ്ലാമിനെ പോലെയുമല്ല. ഇസ്ലാമിലാണെങ്കിൽ വിവാഹത്തിനകത്തുള്ള ലൈംഗികത പുണ്യമാണ്. ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം ലൈംഗിക ബന്ധങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങളും നിഷിദ്ധമാണ് എന്ന് സിദ്ധാന്തിക്കുന്ന മതമാണ് ബുദ്ധമതം. ആ ബുദ്ധമതത്തിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന തായ്ലാന്റിനകത്തേക്ക് സെക്സ് ടൂറിസം എന്ന് പറയുന്ന ഒരു വ്യവസായം എങ്ങനെ കടന്നു വന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, തായ്ലാന്റിനെ അവിടെ ഇത്തരം ഒരു വ്യവസായത്തിന് സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായി സാമ്രാജ്യത്വം മനസ്സിലാക്കി. സാമ്രാജ്യത്വം ഇതുപോലുള്ള ഒരുപാട് കലാപരിപാടികൾ അവിടെ നടത്തി. സെക്സ് എഡ്യൂക്കേഷൻ എന്ന ബാനറിൽ, ആ സെക്സ് എഡ്യൂക്കേഷൻ എന്ന ബാനറിൽ നടത്തിയ കലാപരിപാടികൾ വഴി വിവാഹത്തിന് പുറത്തുള്ള ലൈംഗികാസ്വാദനകൾ തിന്മയല്ല എന്ന് ആവർത്തിച്ച് തായ്ലാന്റുകാരെ പഠിപ്പിച്ചത് പലപ്പോഴും പ്രസംഗങ്ങളിലൂടെയല്ല, ചുംബന സമരങ്ങൾ നടത്തി, ചുംബന മേളകൾ നടത്തി, പരസ്യ നഗ്ന നൃത്തങ്ങൾ നടത്തി, ഇതുപോലുള്ള ഒരുപാട് ഇവന്റുകൾ നടത്തി. ആ ഇവന്റുകൾ ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടപ്പോൾ, അതൊരുപാട് കാലം നിലനിന്നപ്പോൾ അതൊരു സംസ്കാരമായി മാറി. ആ സംസ്കാരമായി മാറിയപ്പോ വിവാഹബാഹ്യ ലൈംഗികത തിന്മയല്ല എന്ന നിലപാടിലേക്ക് തായ്ലൻഡുകാർ മാറി. നിങ്ങൾക്കറിയുമോ,
നിങ്ങൾക്കറിയുമോ, തായ്ലാന്റിലേക്ക് ഇന്നൊരു സെക്സ് ടൂറിസ്റ്റ് ചെന്നാൽ അവിടെയുള്ള കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയും സന്തോഷത്തോടുകൂടി ഇന്നലെ വരെ ഒരു പുരുഷൻ പോലും തൊട്ടിട്ടില്ലാത്ത തങ്ങളുടെ സ്വന്തം പെൺകുട്ടിയെ ഈ ടൂറിസ്റ്റിന്റെ കയ്യിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തലച്ചോറ് എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഞാൻ നിങ്ങളോട് പറയുന്നു, സാമ്രാജ്യത്വത്തിന്റെ അടുത്ത ലക്ഷ്യം തായ്ലാന്റ് അവർക്ക് മടുത്തിരിക്കുന്നു. അടുത്ത ലക്ഷ്യം കേരളമാണ്, കേരളം തന്നെയാണ്. കേരളത്തിലുള്ള നമ്മുടെ പെൺമക്കളുടെ ശരീരത്തെ ഉന്നം വെച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കഴുക കണ്ണുകൾ ഇവിടേക്ക് തിരിഞ്ഞിരിക്കുന്നതിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ചുംബനമേളകൾ. ഈ ചുംബനമേളകൾ അനൗപചാരികമായ ഒരു ലൈംഗിക വിദ്യാഭ്യാസ പരിപാടിയാണ്, ഒരു സെക്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. ഇത്തരം പരിപാടികളിലൂടെ വിവാഹബാഹ്യ ലൈംഗികാസ്വാദനങ്ങൾ തിന്മയല്ല എന്ന നിലപാടിലേക്ക് പതുക്കെ മലയാളിയുടെ തലച്ചോറിനെ കൊണ്ടുപോയി ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് സെക്സ് ടൂറിസത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറണം. ലക്ഷ്യം നിറവേറി സന്തോഷത്തോടുകൂടി ഇവിടെയുള്ള മാതാപിതാക്കൾ പെൺകുട്ടികളെ ഇതിന് പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ നിന്നുകൊടുക്കണോ എന്നതാണ് ചോദ്യം. ഈ തന്ത്രവും ഈ അജണ്ടയും മനസ്സിലാക്കിയ ശേഷം നമ്മൾക്ക് മൗനം പാലിക്കാനാകുമോ എന്നതാണ് ചോദ്യം. എനിക്ക് വളരെ വലിയ സങ്കടം തോന്നിയ ചില വിഷയങ്ങളുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തുറന്ന ചർച്ചക്കും ചോദ്യം ചെയ്യലുകൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം സമർപ്പിക്കുകയാണ്. വളരെ സങ്കടം തോന്നിയ ചില കാര്യങ്ങൾ വേറൊന്നുമല്ല, കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ പ്രതികരണങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക ബുദ്ധിജീവികൾ അവരെല്ലാവരും ചുംബന സമരത്തെ അനുകൂലിച്ചു. മലയാളത്തിലെ പ്രധാനപ്പെട്ട 2 ആനുകാലികങ്ങൾ മാതൃഭൂമിയും പച്ചക്കുതിരയും ചുംബന സമരത്തെ വളരെ പരസ്യമായി അനുകൂലിച്ചു. DC ബുക്സ് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചുംബന സമരത്തെ അനുകൂലിച്ചു. കേരളത്തിൽ എത്ര സമരങ്ങൾ നടന്നിട്ടുണ്ട്? ആ സമരങ്ങളിൽ ഏതെങ്കിലും ഒരു സമരത്തെ ഇവരെല്ലാവരും കൂടി ഇതുപോലെ ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല എന്നെല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഈ സമരത്തെ മാത്രം ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നു? അവിടെ നമ്മൾ ഫണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. ആർക്കൊക്കെ എവിടെ നിന്ന് ഫണ്ടിങ് വരുന്നു എന്ന് അന്വേഷിക്കേണ്ടി വരും. ആ ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഞാൻ പറയുന്നത്, കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ അവർ 90%, 95% ഈ ഏർപ്പാട് ഇവരുടെ ആശയങ്ങൾ അനുകൂലിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ, പ്രധാനപ്പെട്ട 2 ജനപ്രതിനിധികൾ വളരെ പരസ്യമായി തന്നെ ഇതിനെ സിദ്ധാന്തവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിലേറെയെല്ലാം സങ്കടകരമായത് മുസ്ലിങ്ങളുടെ പ്രതികരണങ്ങളാണ്. എറണാകുളത്ത് ചുംബന സമരം നടന്ന സമയത്ത് അവരെ കായികമായി തെരുവിൽ നേരിടാൻ പോയി ആ പരിപാടി വിജയിപ്പിച്ചു കൊടുത്തു ചില മുസ്ലിം സംഘടനകൾ. അവരെ ആശയപരമായി ദാർശനികമായി നേരിടുന്നതിന് പകരം കോഴിക്കോട്ടേക്ക് വന്ന സമയത്ത് അവർക്ക് അബദ്ധം മനസ്സിലായി. മുസ്ലിങ്ങൾ ആരും അങ്ങോട്ട് പോയില്ല, ഏതോ വാനരസേന മാത്രമേ റോട്ടിൽ ഇറങ്ങിയുള്ളൂ. അവരിറങ്ങട്ടെ എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കായികമായി നേരിടുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അതുപോലെയുള്ള വിഡ്ഢിത്തം തന്നെയാണ് ഇതിനോട് മൗനം പാലിക്കുക എന്നതും, ഈ അജണ്ടകളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നതും, ഇതിനെതിരെ ആശയപരമായി പോരാടാതിരിക്കുക എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വിഡ്ഢിത്തമാണ്. ഇവിടെ ഇടപെടാനും സംസാരിക്കാനും നാം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മലയാളത്തിലെ മുസ്ലിം സംഘടനകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട 2 ആനുകാലികങ്ങളിൽ ചുംബന സമരത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ 2 വ്യക്തികളുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞെട്ടലോടുകൂടിയാണ് ഞാൻ കണ്ടത്. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഒരു പുരോഗമന മേൽവിലാസം ഉണ്ടാകാൻ വേണ്ടി ഇതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം സംഘടനകൾ പോലും പോകുമ്പോൾ കേരളത്തിന്റെ ഭാവി യഥാർത്ഥത്തിൽ ആശങ്കാജനകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത് ഒരു ചർച്ചയായി ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിന്റെ തെരുവുകളിൽ മറ്റാരും സംസാരിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ ആശയങ്ങൾ തുറന്ന വിമർശനത്തിന് വിധേയമാകണം എന്ന് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇതുപോലൊരു പ്രോഗ്രാമിന് വന്നപ്പോൾ അതിന്റെ വിഷയം ഇതുതന്നെയാകട്ടെ എന്ന് തീരുമാനിച്ചത്. നിങ്ങളുടെ തുറന്ന ചർച്ചക്കും സംവാദത്തിനും എല്ലാം വേണ്ടി ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാനത് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.